ഒരു സ്ത്രീക്ക് പുരുഷനോട് ലൈംഗിക അഭിനിവേശം തോന്നിയാൽ ആ സ്ത്രീയിൽ സംഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുവാനായിട്ട് ഒരുപാട് കാലമായിട്ട് പുരുഷന്മാർ ആഗ്രഹിക്കാറുണ്ട്. ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീ നിരന്തരം ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മിക്കുന്നുണ്ട് എങ്കിൽ അവൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ഓർമ്മ അല്ലെങ്കിൽ താൻ ഓർമ്മിക്കുന്ന പുരുഷനെ അവൻ്റെ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള ചിന്തകൾ ഉണരുന്നതിനായിട്ട് തന്നെ അവളെ നിരന്തരം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മെസ്സേജുകൾ അയയ്ക്കുക, ഫോട്ടോകൾ അയയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ കാണിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ഒരു പുരുഷനോടൊപ്പം പുറത്തു പോകാനുള്ള താല്പര്യം കാണിക്കുക, കൂടുതൽ സമയം അവനോടൊത്ത് ചിലവഴിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുക, ഇല്ലെങ്കിൽ മുൻകൈ എടുക്കുക, ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെയും സ്ത്രീയിൽ മാത്രം അവൾ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതോടൊപ്പം സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, പലപ്പോഴും ആൺകുട്ടികൾ കേട്ടിട്ടുണ്ടാവാം, ഒരു പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നിയാൽ അവനറിയാതെ തന്നെ ലൈംഗിക വികാരങ്ങൾ ഉണരുകയും ശരീരത്തിൽ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമെന്ന്. സമാനമായ രീതിയിൽ തന്നെ സ്ത്രീയിൽ എല്ലാ ആളുകളിലുമല്ല, കുറേയെങ്കിലും പെൺകുട്ടികളിലൊക്കെ അവരുടെ രഹസ്യഭാഗത്ത് അവരറിയാതെ തന്നെ ഒരു നനവ് അനുഭവപ്പെടുന്നതും വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. എപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകൾ തങ്ങളെ ഇഷ്ടപ്പെടുന്ന പുരുഷനെ അടിക്കടി ചിന്തിക്കാറുണ്ട്, ഭാവനകളിൽ മുഴുകാറുണ്ട്. അവരോടൊത്ത് ഇനി ഭാവിയിൽ എങ്ങനെ സമയം ചെലവഴിക്കണം, ഇല്ലെങ്കിൽ രാത്രിയിൽ എങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടില്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പൊസിഷനിലൊക്കെ പരീക്ഷിച്ച് ഭർത്താവിനെ അല്ലെങ്കിൽ തൻ്റെ കാമുകനെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നൊക്കെ ചിന്തിക്കുകയും ഇതിൻ്റെ ആദ്യപടിയായിട്ട് അവർക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. അതായത് ഒരു പുരുഷൻ്റെ മനസ്സിലേക്ക് കടക്കുന്നതിനുള്ള എളുപ്പ വഴിയായിട്ട് സ്ത്രീകൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുക, വായിലൂടെ മനസ്സിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും സ്ത്രീകൾ പുരുഷൻ്റെ, അതായത് തനിക്ക് അടുപ്പമുള്ള പുരുഷൻ്റെ അതേ ശരീരഭാഷ അവരറിയാതെ തന്നെ പ്രകടിപ്പിക്കും. ഇപ്പോൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ, പുരുഷൻ കൈ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും അവളും അറിയാതെ തന്നെ ഈ കൈ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുക. കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണ് പുരുഷൻ സ്വീകരിക്കുന്നതെങ്കിൽ സമാനമായ രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആ സ്ത്രീയിലും സംഭവിക്കും. ഇത് സ്ത്രീ ബോധപൂർവം ചെയ്യുന്നൊന്നുമല്ല, അവരറിയാതെ തന്നെ അവരിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സ്ത്രീയിലും പുരുഷനിലും അവരറിയാതെ തന്നെ ഒരു കെമിസ്ട്രി ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു പുരുഷനോട് ഒരു സ്ത്രീക്ക് അങ്ങേയറ്റം വിശ്വാസമുണ്ടെങ്കിൽ മാത്രം അവൾ പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. കൗമാര കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ തൻ്റെ ലവറിനോട് മാത്രമായിരിക്കും ഒരു സ്ത്രീ ആർത്തവ ദിനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, തൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോടും പറയാത്ത തൻ്റെ ശരീരത്തിലെ അളകഴവുകൾ, മറുകുകൾ, പാടുപരിക്കുകൾ, ഇങ്ങനെയുള്ള തൻ്റെ ശരീരത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതേപോലെ പലപ്പോഴും സ്ത്രീകൾ അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, മോഹങ്ങൾ, ലക്ഷ്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയും അവർക്ക് വിശ്വാസമുള്ള ഒരു പുരുഷനോട് മാത്രമേ പങ്കുവയ്ക്കാറുള്ളൂ. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർ ഓർക്കാതെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞുപോയ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഇവർ വളരെ കാലം ഓർമ്മയിൽ സൂക്ഷിക്കും. എങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പുരുഷനോട് അവൻ്റെ കുടുംബ പശ്ചാത്തലം, ചെറുപ്പത്തിലെ കാര്യങ്ങൾ, ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഇപ്പോൾ നടന്ന രസകരമായ സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടിക്ക് നിന്നെക്കുറിച്ച്, നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, സ്വകാര്യതയെക്കുറിച്ചൊക്കെ അറിയാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ട് എന്ന്. ഇതാണ് മറ്റൊരു പ്രത്യേകത. സ്ത്രീകൾ എപ്പോഴും പുരുഷൻ്റെ സ്വപ്നങ്ങൾ, ഭാവി, അവൻ്റെ ലക്ഷ്യങ്ങൾ, ഡ്രീംസ്, ഇതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്കറിയാം, പലപ്പോഴും സ്ത്രീകൾ കാണിക്കുന്ന ഒരു കാര്യമാണ് പുരുഷൻ്റെ മുന്നിൽ വളരെ സുന്ദരിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുക, താൻ സെക്സിയാണെന്ന് പണ്ടുകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ലൈംഗിക ആകർഷണം അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ലൈംഗികതയെക്കുറിച്ച് ഒക്കെ
ശരീര അവയവങ്ങളുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരുടെ സാരിയൊക്കെ ഉടുക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരുടെ വയറിൻ്റെ കുറച്ച് ഭാഗം, അല്ലെങ്കിൽ അവരെ അറിയാതെ തന്നെ കുനിഞ്ഞിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ തൻ്റെ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രദർശിപ്പിക്കുക. ഇതൊക്കെ പലപ്പോഴും സ്ത്രീകൾ അറിഞ്ഞും അറിയാതെയും പുരുഷനെ ആകർഷിക്കുവാനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. സ്ത്രീകൾ ഒരു പുരുഷനെ പ്രണയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവനോട് താല്പര്യമുണ്ട് എങ്കിൽ സ്വാഭാവികമായും ആ ഒരു സ്ത്രീയിൽ വല്ലാത്ത ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അവളുടെ പെരുമാറ്റത്തിൽ, ചിന്തകളിൽ, ചുവടുവയ്പ്പുകളിൽ ഒക്കെ അത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പുരുഷനോട് വല്ലാത്ത ആകർഷണമുള്ള ഒരു സ്ത്രീ അവൻ്റെ ഒപ്പമായിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ ഒരു ഡാൻസിങ് മൊമെൻറ്റ്സ്, അതായത് പറയുന്നത് എന്താണ്, തുള്ളി നടക്കുക, ചാടി നടക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ചില സ്വഭാവ സവിശേഷതകളും സ്ത്രീകൾ അവരുടേത് മാത്രമാണ് എന്ന് അവരാഗ്രഹിക്കുന്ന പുരുഷൻ്റെ ഒപ്പം പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തുള്ളി നടക്കുക, പ്രത്യേക രീതിയിൽ താളത്തിൽ നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പുരുഷന്മാർ മനസ്സിലാക്കണം, ആ സ്ത്രീക്ക് നിങ്ങളോട് പ്രണയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊരു താല്പര്യമുണ്ട് എന്ന്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സ്ത്രീകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ.